അങ്ങാടിയിൽ വെച്ച് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാരെ നേരിട്ടത് പോലീസല്ല, പിണറായി വിജയൻ നിയോഗിച്ച മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളെ ഇറക്കി പാവപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരന്റെ തലയോടി വെച്ച് പൊളിച്ച് ചെടിച്ചട്ടിയും അതുപോലെ തന്നെ ഹെൽമറ്റുമായി പാവപ്പെട്ടവരെ നേരിടുന്ന ഒരു ഗുണ്ട പടയുമായി യാത്ര ആരംഭിച്ചപ്പോ അങ്ങോളം ഇങ്ങോളം കരിങ്കൊടിയുമായി വീട്ടമ്മമാര് പോലും തെരുവിലിറങ്ങേണ്ട ഗതികേടിലേക്ക് ഈ നാട്ടിനെ മാറ്റിയെടുത്തു. ഏറ്റവും ഒടുവിലായി ഞങ്ങൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത്? സത്യത്തിൽ പറഞ്ഞാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനടക്കം കേരളത്തിലെ പ്രതിപക്ഷ നേതാവടക്കം മുൻ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള വേദിയിലേക്ക് ഗ്രനേഡ് എറിയുന്ന പോലീസിന്റെ നാണംകെട്ട പ്രവർത്തനം നിങ്ങൾ കണ്ടു. ഒന്നിനുമെതിരെ ശബ്ദിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFന്റെ സംവിധാനം എന്നിവിടെ നിലനിർത്തിക്കുമെന്ന് ഓരോ ഘട്ടത്തിലും സൂചിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു സമരത്തിന്റെ ആരംഭമാണ്. ഈ സമരത്തിന്റെ ആരംഭത്തിൽ ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ മുഴുവൻ നിർത്തിക്കൊണ്ട് ഈ ഭൂഷ രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള ശക്തമായ താക്കീത്തും സൂചനയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാ ബ്ലോക്ക് തലത്തിലും ഇത്തരത്തിലുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രിയപ്പെട്ട ജനങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾ ഓരോ ഘട്ടത്തിലും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ മനസ്സ് തുറന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നാണ് ആമുഖമായി അഭ്യർത്ഥിക്കാനുള്ളത്. പ്രമുഖരായ നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട്. ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ഞങ്ങളുടെ പരിപാടിയിൽ മനസ്സായി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധനായ അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജിനെ സാദരം ക്ഷണിച്ചുകൊള്ളും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ രാഹുൽ കായക്കൂൽ, ഏറെ പ്രിയങ്കരനായ കണ്ണൂർ കോർപ്പറേഷന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഏറെ പ്രിയങ്കരനായ സുരേഷ് ബാബു ഇളയാവു, KPCC മെമ്പർ പ്രിയങ്കരിയായ അമൃത രാമകൃഷ്ണൻ, കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട MP രാജേഷ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായിട്ടുള്ള പ്രിയപ്പെട്ട ചന്ദ്രേട്ടൻ, ശ്രീ അനൂപ്, പ്രിയപ്പെട്ട രഞ്ജി, ശ്രീ ദാസേട്ടൻ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഷിബിൽ ഉൾപ്പെടെ മറ്റ് സഹപ്രവർത്തകരെ, ഏറെ പ്രിയങ്കരായ ജനാധിപത്യ വിശ്വാസികളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റിന്റെ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ മുഴുവൻ ബ്ലോക്കുകളിലും ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ജനസദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നിലപാടുകൾ, ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നിലപാടുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ആ ചൂണ്ടിക്കാട്ടുന്നവർക്ക് നേരെയുള്ള
ശക്തമായ അക്രമമാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഗവൺമെന്റിന്റെ നിലപാടുകൾ കൊണ്ട്, ഈ ഗവൺമെന്റിന്റെ നയങ്ങൾ കൊണ്ട് ഈ സംസ്ഥാനത്ത് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നിട്ടും ഈ ഗവൺമെന്റ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയാണ് നവകേരള യാത്ര എന്ന് പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ആ മന്ത്രിമാരൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യാത്ര നമ്മുടെ സംസ്ഥാനത്ത് നടത്തുകയുണ്ടായി. ആ യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരിക്കുന്ന അക്രമങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. ആ യാത്ര കൊണ്ട് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ആർക്കും ഒരു ഗുണവും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പച്ചയായ സത്യമായി നിലനിൽക്കുകയാണ്. ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. 4000 പരാതികൾ കിട്ടിയെന്ന് പറഞ്ഞു. പരാതികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പരാതികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗവൺമെന്റിനെതിരെ ഇഷ്ടംപോലെ പരാതികളാണ് നാട്ടിലെ ജനങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യമായി മാറിയത്. നിങ്ങൾ പറയുന്നു പരാതികൾ ഇഷ്ടംപോലെ പരാതിയാണ് കിട്ടുന്നത് എന്ന്. ശരിയാണ്, ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ പരാതികൾ ഇഷ്ടംപോലെ ഉണ്ടാവും. കാരണം ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പരാതികളില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു. ആ ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ ബസ്സിലല്ല യാത്ര ചെയ്തത്. ഇവിടെ അദ്ദേഹം ട്രെയിനിൽ വന്നു. രാവിലെ മാവേലി എക്സ്പ്രസിന് വന്നു. അവിടെ നിന്നും ഇവിടെ കലക്ടറേറ്റ് മൈതാനിയിൽ വന്ന് ജനങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു. അതിനാ ജില്ലയിലെ മന്ത്രിമാരും അതുപോലെ തന്നെ ജില്ലയിലെ MLA-മാരും ജില്ലയിലെ ഉദ്യോഗസ്ഥരെയുമാണ് ഈ ജില്ലയിലെ വിഷയങ്ങൾ കേൾക്കാനും കാണാനും മനസ്സിലാക്കാനും വേണ്ടി അന്ന് ഉമ്മൻചാണ്ടി നിയമിച്ചത്. എങ്കിൽ ഇന്ന് പ്രിയമുള്ളവരെ, ഒരു ബസ്സിൽ 1 കോടി 10 ലക്ഷം 5 ലക്ഷം രൂപ മുടക്കി ഒരു ബസ് അതിനായി തയ്യാറാക്കി. ആ ബസ്സിലാണ് ഇവർ യാത്ര ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞത്? ബസ്സിൽ യാത്ര ചെയ്യുന്നത് 20 മന്ത്രിമാരും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ അത്രയും ബാധ്യത കുറയും, ചെലവ് കുറയും. ആ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ബസ് അറേഞ്ച് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിക്കണം. അങ്ങനെ ബസ് അറേഞ്ച് ചെയ്ത് ഈ യാത്ര നടക്കുമ്പോൾ ആ ബസിന്റെ പിന്നാലെ കേരളത്തിലെ 20 മന്ത്രിമാരുടെയും വാഹനങ്ങൾ കൃത്യമായി അതിന്റെ പിന്നാലെ ഓടിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരെ കൊണ്ട് കടത്താൻ വേണ്ടി, അവർക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ടി, അവരെ രാവിലെ എണീപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ വാഹനങ്ങൾ കൃത്യമായി അതാത് ജില്ലകളിൽ അതാത് പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ അത് കൃത്യമായി പോയിട്ടുണ്ട് എന്ന് രേഖകൾ സഹിതം ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ ബസ്? എന്താണ് പറഞ്ഞത്? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റു വാഹനങ്ങൾ വരേണ്ടി വരില്ല, അപ്പോൾ കൂടുതൽ ലാഭമുണ്ടാവും, ഒരു വാഹനം മാത്രം പോയാൽ മതിയെന്നാണ്. ഇത് കള്ളത്തരം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ രേഖകളുണ്ട്. ഈ ബസ്സിൽ എന്താണ് നടക്കുന്നത്? ഈ ബസ്സിൽ യാത്ര ചെയ്ത് ആ ബസ്സിൽ കരിങ്കൊടി കാണിക്കുമ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിയെ പോലെയുള്ള ഇത്രമാത്രം പേടിച്ച് യാത്ര ചെയ്യാൻ ഭയന്ന് നടക്കുന്ന ഒരു വ്യക്തിയെ ഈ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഊരിയ വാളിന് മുമ്പിൽ തോക്കിന് മുന്നിൽ നടക്കുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ തോക്കിന് മുന്നിൽ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആരുടെ തോക്കാണ്? പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അവരുടെ ഗൺമാന്മാരുടെ തോക്കിന്റെ മുന്നിലൂടെയാണ് അദ്ദേഹം നടക്കുന്നത്. എത്ര രൂപയാണ് അദ്ദേഹത്തിന്റെ ഈ ഗൺമാന്മാർക്കും അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയും നമ്മുടെ സംസ്ഥാനത്ത് ചെലവാക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. 40 ബസ്സുകൾ, 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്. എന്തൊരു പരിഹാസ്യമാണ്! കേരളത്തില് സ്വതന്ത്രമായി നടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണോ മുഖ്യമന്ത്രിക്കുള്ളത്? എങ്കിൽ അദ്ദേഹം തുറന്നു പറയണം. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ് എന്ന് തുറന്നു പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. ഇതൊന്നുമില്ല. പാവപ്പെട്ട KSUവിന്റെ കുട്ടികളെ ആക്രമിക്കുക എന്തൊരു പരിഹാസമാണ്! ഈ യാത പഴയങ്ങാടി നിയോജകമണ്ഡലം, പഴയങ്ങാടിയിലെത്തിയപ്പോൾ കല്യാശ്ശേരി നിയോജകമണ്ഡലത്തിലെ പരിപാടി സ്ഥലത്ത് 4 കുട്ടികൾ അവിടെ നിൽക്കുമ്പോൾ പേടിച്ചറണ്ട പോലീസുകാരും മറ്റ് ഉദ്യോഗസ്ഥരും ആ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ചു.
പോലീസ് സ്റ്റേഷനിൽ വെച്ചപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു ആ കുട്ടികളെ വിടണമെന്ന്. അവിടെയുള്ള KSUവിനെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ആവശ്യപ്പെട്ടപ്പോൾ അത് വിടാൻ തയ്യാറായില്ല. വിടാൻ തയ്യാറാകാതെ വന്നപ്പോഴാണ് ശക്തമായ പ്രതിഷേധവുമായി ആ പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവർ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി മുതിർന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളായിട്ട് അങ്ങോട്ട് പോയിട്ട് അക്രമം തുടങ്ങിയതല്ല. ഞങ്ങളുടെ കുട്ടികളെ അനാവശ്യമായി അറസ്റ്റ് ചെയ്ത് അനാവശ്യമായി സ്റ്റേഷനിൽ വെച്ചപ്പോൾ അവരെ വിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് വിടാൻ തയ്യാറാകാതെ വന്നപ്പോഴാണ് ഞങ്ങൾ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി അവിടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തയ്യാറായത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? പോലീസിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അദ്ദേഹം ഉപയോഗിക്കേണ്ട വാക്കി ടോക്കി എന്തിനാണെന്ന് നമുക്കറിയാം. അതിന്റെ എല്ലാം ഉപയോഗിക്കേണ്ട സാധനം എന്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് വെച്ചാണ് നമ്മുടെ KS യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെ കുട്ടികളെ മർദ്ദിച്ചത്. അതുപോലെ തന്നെ ആ ഹെൽമെറ്റ് ഉപയോഗിച്ച് മാരക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളെ മർദ്ദിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ജാഥ തുടർന്ന് അങ്ങോട്ട് എല്ലാ പ്രദേശങ്ങളും കരിങ്കൊടി കാണേണ്ടി വന്നു. എന്താണ് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശങ്ങളിലും ഈ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ വികാരമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ നമുക്ക് സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ജാഥ കൊണ്ട് നമുക്കൊന്ന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. ഈ ജാഥ കൊണ്ട് എന്ത് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചു? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ജനകീയ വിഷയങ്ങൾക്ക് ഈ ജാഥ കൊണ്ട് ഗുണമുണ്ടാകാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ കിട്ടിയ പരാതികളൊക്കെ എങ്ങോട്ടാണ് കൊടുത്തത്? ആ കിട്ടിയ പരാതികളൊക്കെ കൊടുത്ത സ്ഥലം കണ്ടാൽ നിങ്ങൾ ഈ ഗവൺമെന്റിന്റെ നിലപാടുകൾ കൃത്യമായി മനസ്സിലാക്കും. പരിഹാസമാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ കിട്ടിയ പരാതികൾ എന്താണ്? കണ്ണൂർ കോർപ്പറേഷനിൽ കിട്ടിയ പരാതി, ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് കണ്ണൂരിന്റെ കോർപ്പറേഷന്റെ മേയർക്ക് കൊടുക്കാൻ എന്താ അധികാരം? അതുപോലെ തന്നെ കോർപ്പറേഷന്റെ പരിധി വിട്ടുള്ള ചില പ്രദേശങ്ങളിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിന് കോർപ്പറേഷൻ എന്ത് ചെയ്യാൻ കഴിയും? ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം അതിന് കോർപ്പറേഷൻ എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ ഈ പരാതികൾ എങ്ങോട്ടാണ് അയക്കേണ്ടത് എന്ന് പോലും നിശ്ചയമില്ലാത്ത ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. കാസർഗോഡ് പരാതി മേടിച്ചു പോകുമ്പോഴാണ് കുറെ പരാതികൾ ആ പരിപാടി നടന്ന പ്രദേശത്ത് വെച്ച് പത്രപ്രവർത്തകരടക്കം ഇവിടെ ചാനലുകളിലടക്കം വന്നതാണ്. പരാതിക്ക് കൊടുത്ത പരാതികളൊക്കെ ആ പരാതി കിട്ടിയ പേപ്പറുകളൊക്കെ അവിടെ കിടക്കുകയാണ്. ഇതൊരു പരിഹാസമാണ്. മുഖ്യമന്ത്രി പരാതി മേടിക്കുന്നില്ല, മന്ത്രിമാർ പരാതി മേടിക്കുന്നില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിക്കുന്നു. മന്ത്രിമാർ രണ്ടു വാക്ക്, അധ്യക്ഷം വഹിക്കുന്ന MLA രണ്ടു വാക്ക് കൂടുതൽ സംസാരിച്ചാൽ ആ MLA ശാസിക്കുന്നത് നമ്മൾ കണ്ടതാണ്. MLA മാത്രമല്ല, MLA ഭർത്താവിനെയും ശാസിക്കുന്നു. എന്തൊരു പരിഹാസമാണ്! രണ്ട് വാക്ക് കൂടുതൽ സംസാരിക്കാൻ പോലും ഇവിടെ അവകാശമില്ലാത്ത ഒരു MLAക്ക്, ഒരു അധ്യക്ഷയ്ക്ക് രണ്ട് വാക്ക് കൂടുതൽ സംസാരിക്കുമ്പോൾ സംസാരം നിർത്താൻ പറയുന്ന ധാർഷ്ട്യമുള്ള ഏകാധിപതിയായ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ നാടെങ്ങനെ രക്ഷപ്പെടും? മുഖ്യമന്ത്രിയുടെ ഏകാധിപതി അദ്ദേഹത്തോട് സംസാരിക്കാൻ, അദ്ദേഹത്തെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, ഈ നാട്ടിലെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ, വിലവർദ്ധന അവതരിപ്പിക്കാൻ, കാർഷിക മേഖല പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഇവിടെ ഏതെങ്കിലും മന്ത്രിമാർക്ക് ധൈര്യമുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രിമാർ നേരിട്ട് പോയി മുഖ്യമന്ത്രിയോട് നേരിട്ട് ചെന്ന് ഈ നാട്ടിൽ ഇന്ന വിഷയങ്ങളുണ്ട്, എന്റെ വകുപ്പ് കാർഷിക വകുപ്പ്, അവിടെ കൃഷി സംബന്ധിച്ച പോയ ഒരുപാട് വിഷയങ്ങളുണ്ട്, തേങ്ങയ്ക്ക് പൈസ കിട്ടുന്നില്ല, അതുപോലെ തന്നെ കർഷകർക്ക് കൃത്യമായി അവരുടെ ഉൽപാദനത്തിന് പൈസ കിട്ടുന്നില്ല എന്ന് പറയാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോയി പറയാൻ ഇവിടുത്തെ കൃഷിമന്ത്രിക്ക് ധൈര്യമുണ്ടോ? ആരാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നത്? ഈ കേരളത്തിലെ ഏതെങ്കിലും ഭരണപക്ഷ MLAമാർക്ക് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? പിന്നെ എവിടെയാണ് നാട് വളരുക? നാട്ടിലെവിടെയാണ് വികസനമുണ്ടാകുക? നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരമുണ്ടാകുക? ആരും ആരോട് മുഖ്യമന്ത്രിയോട് ഒരു വാക്കുപോലും തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത മന്ത്രിമാരും MLAമാരുമുള്ള ഒരു നാടാണ് ഈ നാട്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഏകാധിപതി ഭരിക്കുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള മരുമോനും മകളും ഭരിക്കുന്നു. ബാക്കി ആർക്കാണ് ഈ ഗവൺമെന്റിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുന്നത്? പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്നത്? കുടുംബം ഒന്നടങ്കം കട്ടുമുടിക്കുന്ന ഒരു സംസ്ഥാനമായി ഈ സംസ്ഥാനം മാറിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ധാർഷ്ട്യമാണ്. കാര്യങ്ങൾ തുറന്നു പറയും. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പറയും. അത് അവരുടെ ഉത്തരവാദിത്വമാണ്.
അതിനു തന്നെയാണ് അവരെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനുമുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാനാണ് പ്രതിപക്ഷ നേതാവ് ആസ്ഥാനത്തിരിക്കുന്നത്. കാര്യങ്ങൾ പറയുമ്പോൾ അതിനേറെ പ്രതിഷേധിക്കുമ്പോൾ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമല്ലേ നടത്തിയത്? നിങ്ങൾ പരിശോധിക്കണം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് DIG ഓഫീസിലേക്ക്, IG ഓഫീസിലേക്ക് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ മാർച്ച് നടത്തി. ആ മാർച്ച് നടത്തിയപ്പോൾ അവിടെ നടന്ന സംഭവം എന്താണ്? നമ്മൾ പരിശോധിക്കണം. ഇങ്ങനെ ഒരു സംഭവം ഈ നാട്ടിൽ, ഈ കേരള സംസ്ഥാനത്ത് ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? ജനനേതാക്കന്മാർ, KPCCയുടെ പ്രസിഡന്റ്, അദ്ദേഹം MP ആണ്. പ്രതിപക്ഷ നേതാവ് ബഹുമാനനായ VD സതീശൻ, അദ്ദേഹം MLA ആണ്. KPCCയുടെ മുൻ പ്രസിഡന്റ് K മുരളീധരൻ, അദ്ദേഹം MP ആണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അദ്ദേഹം MLA ആണ്. ഈ നേതാക്കന്മാരൊക്കെ ഉള്ള സ്റ്റേജിലേക്കാണ് ടിയർ ഗ്യാസ്, കണ്ണീർവാത പ്രയോഗം നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാലത്ത് നടന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള? പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന സമയത്ത് ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. എന്തിനു വേണ്ടിയാണ്? അവിടെയുള്ള നേതാക്കന്മാരെ, അവർക്കെതിരെയുള്ള ആക്രമണം തന്നെയാണിത്. ഒരു സംശയമില്ല. സാധാരണ പോലീസിന്റെ വകുപ്പിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ടിയർ ഗ്യാസ് പ്രയോഗമല്ല അവിടെ നടത്തിയിരിക്കുന്നത്. അതിനകത്ത് ശക്തമായ വീര്യമുള്ള അംശങ്ങളുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് ഗവൺമെന്റ് തലത്തിൽ നടത്തിയിരിക്കുന്ന ഗൂഢാലോചനയാണ്, ഒരു സംശയമില്ല. അതിനെതിരെ ശക്തമായ നീക്കം നടത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നാട്ടിലെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾ, നിങ്ങൾ പരിശോധിക്കണം. എത്ര കൊച്ചു പിഞ്ചു കുട്ടികളാണ് ഈ സംസ്ഥാനത്ത് തട്ടിക്കൊണ്ടുപോകുന്നത്. ആ തട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികളെ പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? തട്ടിക്കൊണ്ടുപോകുന്നത് തടയാൻ സാധിച്ചിട്ടില്ല. തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് പിടിക്കാൻ സാധിച്ചിട്ടില്ല. അത് പിടിക്കണമെങ്കിൽ, ആ കുട്ടികളെ കണ്ടുപിടിക്കണമെങ്കിൽ അതിനിവിടെയുള്ള ജനങ്ങൾ തന്നെ വേണം. പോലീസിനത് സാധിക്കുന്നില്ല. പോലീസ് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം. എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ വണ്ടിപ്പെരിയാറ് കുട്ടീനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്ത ആ വ്യക്തിക്ക് ശിക്ഷ കിട്ടില്ലായിരുന്നു. എന്തുകൊണ്ട് കിട്ടിയില്ല? CI അടക്കം. നിങ്ങൾ ആലോചിക്കേണ്ടത്, കേരളത്തിലെ CI വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയുടെ വീട്ടിൽ പോയി അന്വേഷണം നടത്താൻ വേണ്ടി കേരളത്തിലെ പോലീസ് തയ്യാറായത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്രോസിക്യൂഷനും പോലീസും നടത്തിയ അവരുടെ നിലപാടുകൾ കൊണ്ട് തന്നെയാണ് ഈ ക്രൂരമായ കൊലപാതകം നടത്തിയ വ്യക്തി രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനം തലതാഴ്ത്തേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത്ര ഭീകരമായ ഒരു അക്രമം? ഒരു കുട്ടീനെ, 6 വയസ്സുള്ള ഒരു കുട്ടീനെ പീഡിപ്പിച്ച് കൊല ചെയ്യുക. എന്നിട്ട് ആ കൊലപാതകി ഒരു CPM-കാരനായതുകൊണ്ട്, ഒരു DYFI-കാരനായതുകൊണ്ട് അവൻ രക്ഷപ്പെട്ട് നടക്കുക എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ തലതാഴ്ത്തി നടക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ പോലീസ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ പോലീസിന് സാധിക്കുന്നുണ്ടോ? എന്തിനെങ്കിലും ഒരു ശിക്ഷ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? കുറ്റവാളികളെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? കേരളത്തിലെ പോലീസിന് ഇതെന്ത് പറ്റി എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്ത് പാവപ്പെട്ട ജനങ്ങളുടെ സാഹചര്യം വളരെ മോശമാകും. ഒരു സംശയം വേണ്ട. എല്ലാ രംഗത്തും തകർന്നിരുന്ന ഒരു സർക്കാർ, ഇവിടെ ആരാണ് രക്ഷപ്പെടുന്നത്? ആർക്കാണ് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത്? ഇവിടെ ജീവിക്കാൻ CPM ആകണം. CPM-ന് ആയതുകൊണ്ട് മാത്രം സാധിക്കില്ല. CPM-ന് നേതാക്കന്മാർ, MLA-മാർ, അവരുടെ ഭാര്യമാർ, അതുപോലെ തന്നെ അവരുടെ മക്കൾ, മുഖ്യമന്ത്രിയുടെ മകള്, മുഖ്യമന്ത്രിയുടെ മരുമോൻ, മുഖ്യമന്ത്രിയുടെ കുടുംബം, അവർക്ക് മാത്രമാണ് ഈ രാജ്യത്ത് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ പറ്റുന്നത്. കാരണം മൊത്തം അഴിമതിയാണ്. ഏതെല്ലാം അഴിമതികൾ? തൊടുന്നതെല്ലാം അഴിമതിയായിരിക്കുന്നു. എല്ലാത്തിലും അഴിമതി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നവകേരള യാത്ര നടത്തുമ്പോൾ ആർക്കാണ് ലാഭം കിട്ടിയത്? ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നാമുറിൽ പ്രവർത്തിക്കുന്ന മൈക്ക് സെറ്റ് കാരണം, സ്റ്റേജ് കാരണം ഒഴിച്ച് ബാക്കി ആർക്കാണ് ഇതിൽ ലാഭം? CPM ഏജൻസിക്ക്, പ്രൈവറ്റ് ഏജൻസിക്ക് ഇതെല്ലാം കൊടുത്തിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ കേരളീയം നടത്തി
കേരളീയത്തിന്റെ ലാഭമാർക്കാണ്, ഈ പരിപാടി നടത്തിയവർക്കാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പത്രങ്ങളിൽ കണ്ടു ഓണസദ്യ. പൗരപ്രമുഖർക്ക് ഓണസദ്യ കൊടുത്ത് 27 ലക്ഷം രൂപ. കേരളത്തിലെ പൗരപ്രമുഖർ, തിരുവനന്തപുരത്തെ പൗരപ്രമുഖർക്ക് ഓണസദ്യ കൊടുക്കുമ്പോൾ 27 ലക്ഷം രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത് പൗരപ്രമുഖർക്ക് ഓണസദ്യ കൊടുക്കാൻ. ഇവിടെ പാവപ്പെട്ട കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഉച്ചഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി ഇറങ്ങി പോകുമ്പോൾ ഉണ്ടായിരുന്ന 8 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ പണം തന്നെയാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. പക്ഷേ അതുപോലും കൊടുക്കാൻ ഈ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. എന്താണ് പറയുന്നത്? എച്ച്എമ്മാര് അവരുടെ കീശയിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഉച്ചഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്ന ഒരു ഗവൺമെന്റാണ് ഓണസദ്യ പൗരപ്രമുഖർക്ക് കൊടുക്കാൻ വേണ്ടി 27 ലക്ഷം രൂപ ചെലവാക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ സ്പീക്കർ വേറെ ചെലവാക്കണം, മാന്യമായി ചെലവാക്കണം. മറിച്ച് ഇത് എന്റെയും നിങ്ങളുടെയും ഒക്കെ കീശയിൽ കൈയിട്ട് വാങ്ങിയാണ് ഈ പണി ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ. കാരണം നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമുക്ക് ജീവിക്കണം. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ നീതിപ്പണം കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഏറ്റവും ഇന്നത്തെ പത്രത്തിൽ വായിച്ചു നിങ്ങൾ. എന്താണ്? കേരളത്തിലെ നവകേരള യാത്രയിൽ പങ്കെടുത്ത KSUക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും മർദ്ദിച്ച സഹപ്രവർത്തക പോലീസുകാർക്ക് അവർക്ക് പ്രശസ്തി പത്രം സമ്മാനിച്ചിരിക്കുക. ഗുഡ് സർവീസ് എൻട്രി. ഇത് എവിടെയാണ്, എപ്പോഴാണ് കൊടുക്കാറ്? കേരളത്തിലെ ഈ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പ്രധാന ദിവസങ്ങൾ വരുമ്പോൾ പ്രഖ്യാപിക്കാറുണ്ട്. ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റും വിശിഷ്ട സേവന മെഡലെല്ലാം കൊടുക്കലുണ്ട്. പക്ഷെ ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു, KSUക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും മർദ്ദിച്ച പോലീസുകാർക്ക് അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതിന് പകരം അവർക്ക് ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു. ഇത് എവിടുത്തെ ഗവൺമെന്റ്? ഏത് ഗവൺമെന്റ്? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇത് തോന്നിവാസം, തെമ്മാടിത്തരം. ഒരു സംശയമില്ല. KSUക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും മർദ്ദിച്ച തെമ്മാടികൾ, തനി തെമ്മാടികൾ, ജയിലിൽ കിടക്കുന്നവർ, തനി ചട്ടകൾ. ആ ചട്ടകൾക്കാണ് ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് നൽകിയത് കേരള ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റിന്റെ ചിന്താഗതി, ഈ ഗവൺമെന്റ് മനസ്സാക്ഷി എന്താണ് എന്ന് നിങ്ങൾ പരിശോധിക്കണം. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? ഇതിനെതിരെ രാജ്യം പ്രതിഷേധിക്കണം. ഇത് തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയുമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. എന്തും ചെയ്യാം, എന്ത് ചെയ്താലും ചോദിച്ചാലും ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്താം, ടീർഗ്യാസിലൂടെ വെടിവെപ്പിലൂടെ കീഴ്പ്പെടുത്താം എന്നുള്ള ധാരണയാണ് ഈ ഗവൺമെന്റ് ഉള്ളത് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരുപാട് രക്തസാക്ഷികളുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നിങ്ങൾ മനസ്സിലാക്കണം. KSU പ്രസ്ഥാനം മുതൽ, കോൺഗ്രസ് പ്രസ്ഥാനം മുതൽ, യൂത്ത് കോൺഗ്രസ് മുതൽ എല്ലാവരും രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടിയാണ്. ഈ രാജ്യത്തിന്റെ ഓരോരോ വിഷയങ്ങളിൽ അധിഷ്ഠിതമായി പ്രക്ഷോഭങ്ങൾ നടത്തിയതിന്റെ പേരിൽ, സമരങ്ങൾ നടത്തിയതിന്റെ പേരിൽ രക്തസാക്ഷികളായ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിനെയും മറ്റ് നേതാക്കളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്നുള്ള ഒരു വ്യാമോഹം നടത്തി കാര്യമില്ല. അത് നടക്കില്ല. ഒരു സംശയമില്ല. നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പശ്ചിമബംഗാൾ എന്താണ് സംഭവിച്ചത്? പശ്ചിമബംഗാളിൽ 30 വർഷക്കാലത്തോളം 35 വർഷക്കാലത്തോളം അടക്കിവാണ് പശ്ചിമബംഗാളിൽ ഇപ്പോൾ വെക്കാനും എടുക്കാനുമില്ലാത്ത ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. നിങ്ങളുടെ ഓഫീസുകളുടെ അവസ്ഥ എന്താണ്? ഓഫീസ് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം പണമെടുത്തിട്ടാണ്, വാടക എടുത്തിട്ടാണ് നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്, സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. നിങ്ങൾക്കറിയില്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും പശ്ചിമബംഗാളില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും പശ്ചിമബംഗാളിലില്ല. 35 വർഷം ഭരിച്ച പാർട്ടിയാണ് പശ്ചിമബംഗാളിൽ. ത്രിപുരയുടെ അവസ്ഥ എന്താണ്? വെക്കാനും എടുക്കാനുമുണ്ടോ? എന്നിട്ട് ആ പാർട്ടിയാണ് ഇവിടെ വന്ന് ഈ സംസ്ഥാനത്ത് വന്ന് ആക്രമണം നടത്തി വിജയിക്കാമെന്ന്. നിങ്ങൾക്കും ഇത് തന്നെയാണ് ഗതി വരിക. ഒരു സംശയമില്ല. പശ്ചിമബംഗാളിൽ എന്ത് സംഭവിച്ചോ അത് തന്നെയാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നടന്ന ബൈ ഇലക്ഷനുകൾ 7 തല ഇവിടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. ആ 7 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾക്ക് പരാജയമാണ് സംഭവിച്ചത്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു.
തൃക്കാക്കരയിലും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും നിങ്ങളുടെ വോട്ട് എങ്ങോട്ടാണ് പോയത്? നിങ്ങൾ ചിന്തിക്കണം. ഈ രാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികൾ നിങ്ങൾക്കെതിരാണ്. നിങ്ങളുടെ മുഖത്ത് തൊട്ട് വിരൽ ചൂടുകയാണ്. നിങ്ങളുടെ അഴിമതിക്കെതിരെ വിരൽ ചൂടുകയാണ്. നിങ്ങളുടെ സ്വന്തം പക്ഷത്തിനെതിരെ യൂത്ത് കോൺഗ്രസുകാരും KSUക്കാരും വിരൽ ചൂടുന്നതിനൊപ്പം തന്നെ ഈ രാജ്യത്തിലെ യൂത്തുകാർ മാത്രമല്ല, ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒന്നായി നിങ്ങൾക്കെതിരെ വിരൽ ചൂടുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് നിയമനം നടത്തുന്നത്? ഏത് രീതിയിലാണ് നിങ്ങൾ നിയമനം നടത്തുന്നത്? ഇവിടെ PSCയിൽ എത്ര ലിസ്റ്റ് കിടക്കുന്നു? ആ PSCയുടെ ലിസ്റ്റ് എന്താണ് നിങ്ങൾ എടുക്കാത്തത്? നിങ്ങൾ PSCയുടെ ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായി ലിസ്റ്റ് ഉണ്ടാക്കി, നിങ്ങൾ തയ്യാറാക്കി, നിങ്ങൾ നിയമനം നടത്തുന്നു. അതല്ലേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടത്? പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇത്തരം നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം, ആ പോരാട്ടമാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തേണ്ടത്. എല്ലാ രംഗത്തും പരാജയമാർ. വിദ്യാഭ്യാസ രംഗം നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ 62 കോളേജുകൾ പ്രിൻസിപ്പാൾമാരില്ല. നിയമിക്കാൻ പറ്റായിട്ടല്ല, മറിച്ച് അതിനർഹരായ പ്രിൻസിപ്പാൾമാരുടെ ലിസ്റ്റ് PSC ത്രൂ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ലിസ്റ്റിലൊന്നും CPM-ന് അനുഭാവികളില്ല. CPM അനുഭാവികളില്ലാത്തതുകൊണ്ട് ആ ലിസ്റ്റൊന്നും എടുക്കുന്നില്ല. ഇന്ന് 63 കോളേജുകളിൽ പ്രിൻസിപ്പാൾ ഇല്ലാത്ത കോളേജുകളാണ് കേരളത്തിലുള്ളത്. വൈസ് ചാൻസലർമാരുടെ അവസ്ഥ എന്താണ്? കേരളത്തിലെ വൈസ് ചാൻസലർ 9 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല. അവിടെയൊക്കെ തന്നെ ചാർജാണ്. വൈസ് ചാൻസലർമാരില്ല, അവിടെ ചാർജ്. പ്രിൻസിപ്പാൾമാരില്ല, അവിടെ ചാർജ്. ഇതെന്താണ് നിയമിക്കാൻ സാധിക്കാത്തത്? നിയമിക്കണമെങ്കിൽ അവർക്ക് പറ്റിയ ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കണം. അതല്ല നിയമിക്കാത്തത്. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗം, കാർഷിക രംഗം, വ്യവസായ രംഗം, തൊഴിൽ രംഗം, എല്ലാ രംഗത്തും പരാജയമായ ഒരു ഗവൺമെന്റ് നാടിന് ശാപമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ജനസദസ്സുകൾ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ജനസദസ്സുകളിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ നടന്ന സമരങ്ങൾ, ആ സമരങ്ങളെയൊക്കെ ജനപങ്കാളിത്തം കൊണ്ട്, ജനങ്ങളെ കൊണ്ട് ആ സമരങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൌത്യം ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ പോരാട്ടമാണ്. ആ പോരാട്ടം വിജയിപ്പിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമര പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് ഗോപയെ ഞാൻ ക്ഷണിച്ചു. ബഹുമാന്യനായ ഈ ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിന്റെ സദസ്സിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ രാഹുൽ കായക്കൂർ, ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്ത ആരാധ്യനായ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവർകൾ, വേദിയിലുള്ള പ്രിയങ്കരിയായ KPCCയുടെ അംഗം ശ്രീമതി അമൃത രാമകൃഷ്ണൻ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, കോർപ്പറേഷന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MP രാജേഷ്, ശ്രീ അനൂപ്, ശ്രീ ചന്ദ്രേട്ടൻ, വേദിയിലും സദസ്സിലുമുള്ള കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, കണ്ണൂർ നഗരത്തിൽ ഈ ചടങ്ങ് ശ്രമിക്കുന്ന നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ, നാട്ടുകാരെ, വളരെ വിശദമായി നമ്മുടെ സംസ്ഥാന ഭരണത്തിനെതിരായുള്ള ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സിൽ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വളരെ വിശദമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സംസാരിക്കുകയുണ്ടായി. ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും അതുപോലെ ഭരണപരാജയത്തിന്റെയും ഒക്കെയുള്ള വല്ലാത്ത ഒരു പരിതോവസ്ഥയിലാണ് ഈ കേരള ജനത ഇന്ന് ഈ 2024 വരവേൽക്കാൻ കാത്തുനിൽക്കുന്നത്. 8 വർഷക്കാലമായി
ഈ കേരളത്തിന്റെ അഗ്നിശാപം പോലെ, അശനിപാതം പോലെ വന്നു ഭവിച്ച ഒരു ഭരണത്തിനെതിരെയുള്ള ജനതയുടെ വലിയ ശക്തമായ വികാരമാണ് നമുക്ക് എന്നും മുഴങ്ങി കേൾക്കാനും കാണാനും കഴിയുന്നത്. അതിന്റെ പ്രതിഫലനമാണ് ഏതാണ്ട് 10-12 ദിവസം മുമ്പേ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 33 ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 17 ഇടങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി മഹത്തായ വിജയം നേടിക്കൊണ്ടുള്ള അതിശക്തമായ ഒരു രാഷ്ട്രീയ തേരോട്ടമാണ് നടത്തിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുത്തകയായിരുന്ന പല പഞ്ചായത്തുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി പിടിച്ചടക്കുകയും കോട്ടകൾ പിടിച്ചടക്കുകയും കമ്മ്യൂണിസ്റ്റ് ഭീകരതയും BJP ഭീകരതയും ഈ നാടിന് അന്യമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വലിയ ജനവിധിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ജനവിധിയെ തങ്ങൾക്ക് ബാധകമല്ല എന്ന എക്കാലത്തെയും നിലപാടാണ് ഇക്കുറിയും സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിൽ നിന്നും ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഗവൺമെന്റ് സാധാരണക്കാരന്റെ ഹൃദയവേദന ഒപ്പിയെടുക്കാനും അവന്റെ ജീവിത പ്രയാസങ്ങൾ ലഘൂകരിക്കാനും അവൻ അത്താണിയാകാനും അവന് ആശാകേന്ദ്രമാകാനുമുള്ളതാണ് എങ്കിൽ ഇതിനെല്ലാം വിരുദ്ധമായി സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന, അന്നം മുടക്കുന്ന ഒരു വലിയ സാഹചര്യത്തിലേക്കാണ് കേരളം പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം എല്ലാം വളരെ വേദനയോടെ, വളരെ ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ് പ്രിയമുള്ളവരെ സംജാതമായിട്ടുള്ളത്. എന്താണ് ഇതിനെതിരെയുള്ള ഏക പോംവഴി? എങ്ങനെയാണ് ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടത്? ഒരുപക്ഷെ നമുക്കെല്ലാം അറിയാം, പ്രതികരിക്കാനുള്ള സമയം ഇതാ സമാഗതമായിരിക്കുകയാണ്. 2024 ആദ്യ പാദത്തിൽ തന്നെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ താക്കീത് 2018 നമുക്ക് 19 നമുക്ക് നൽകാനുള്ള ഒരു അവസരമാണ്, സുവർണാവസരമാണ് കടന്നു വരാൻ പോകുന്നത് എന്ന് ഞാൻ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവർക്കെതിരെ ശക്തമായ മുന്നേറ്റം കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഉയർന്നു വന്നിരിക്കുന്നു എന്ന കാര്യം നമുക്ക് സംശയമിലേശമെന്നേ പറയാൻ സാധിക്കും. അത്രയേറെ വികാര വ്രണിതരായിട്ടാണ് കേരള ജനത മാറിയിട്ടുള്ളത് എന്നതിൽ പക്ഷാന്തരമില്ല. ഞാൻ ഇന്നലെ രാത്രി വൈകിയാണ് വീട്ടിലെത്തിയത്. ഇന്നലെ രാത്രി വീട്ടിലെത്തിയ സന്ദർഭത്തിൽ ഞാൻ വാർത്ത കാണുന്നതിന് വേണ്ടി TV ഓൺ ചെയ്തപ്പോൾ 3 പ്രധാന സംഭവങ്ങളാണ് എനിക്ക് കാണാനിടയായത്. അതിൽ ആദ്യത്തെ സംഭവം കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ, കോട്ടയം ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിലെ, ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഏതാണ്ട് 10-28ഓളം വരുന്ന റേഷൻ ഷാപ്പുകളിൽ നിന്നും നൽകിയ അരി, പുഴുവരിച്ച അരിയാണ്. പലരും കണ്ടു കാണും, ആ വാർത്ത കണ്ടവർക്കറിയാം. പുഴുവരിച്ച അരി തലയിൽ കെട്ടി റേഷൻ ഷാപ്പിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാധാരണ തൊഴിലാളിയുടെ ശബ്ദമാണ് കേൾക്കേണ്ടി വന്നത്. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്കിത് അടച്ചു പോയിക്കൂടെ, അടച്ചു പൂട്ടിക്കൂടെ? എന്തിനു വേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിത്യ ദാരിദ്ര്യത്തിലും നിത്യ കഷ്ടപ്പാടിലും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ പുഴുവരിക്കുന്ന അരി റേഷൻ ഷാപ്പുകൾ വഴി വിതരണം ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു തൊഴിലാളി അവിടെ വെച്ച് ശക്തമായി പ്രതിഷേധിക്കുന്ന ഒരു രംഗമാണ് ഞാൻ ആദ്യമായി കണ്ടത്. ഒരുപക്ഷെ അത് ഈ ഗവൺമെന്റിന്റെ ഒരു മുഖമാണ്, വികൃതമായ മുഖമാണ്. പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ മുഖത്ത് പുഴുവരിക്കുന്നതിന്റെ ലക്ഷണമാണ് ഈ പുഴുവരിക്കൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിണറായി വിജയൻ കൊട്ടിഘോഷിക്കുന്ന നവകേരളത്തിന്റെ മുഖത്തേറ്റ വലിയ ആഘാതമാണ് പ്രിയമുള്ളവരെ ഈ റേഷൻ ഷാപ്പിലെ ഈ പുഴുവരിക്കുന്ന അരി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയന്റെ മുഖത്ത് സൗന്ദര്യമേറെയുണ്ട് എന്ന് കരുതുന്നവർ ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയട്ടെ, താങ്കളുടെ മുഖത്തേറ്റ ഏറ്റവും കടുത്ത ഒരു വലിയ ആഘാതമായിട്ടാണ് ആ ചെറുപ്പക്കാരന്റെ നിലവിളി എന്റെ കാതുകളിൽ വന്നലച്ചത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
രണ്ടാമതൊന്ന് ഡിവൈഎഫ്ഐക്കാരൻ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മകനാണ്. തൃശൂരിലാണ് സംഭവം. മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് കൂളിംഗ് ഗ്ലാസ് ഘടിപ്പിച്ച് അവിടെ അദ്ദേഹം ഗാന്ധിയുടെ പ്രതിമയിൽ വലം കൈവച്ച് ഒരു സെൽഫി എടുക്കുന്ന ചിത്രമാണ് മറ്റൊരു വാർത്ത ഞാൻ കാണാനിടയായത്. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ മാത്രം പ്രിയപുത്രനല്ല, ലോകത്തിന്റെ സമാധാനത്തിന്റെ ഒരു വലിയ ദൂതനാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സന്ദേശം ലോകത്തിനുള്ള സന്ദേശമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നതിനപ്പുറത്ത് ഈ ലോകത്തിന്റെ അഹിംസാ പ്രവാചകനായി മാറിയ മഹാത്മാഗാന്ധി ഭരണഘടനാപരമായി തന്നെ അദ്ദേഹത്തിന്റെ രൂപവും അദ്ദേഹത്തിന്റെ സന്ദേശവും ആരാലും അപമാനിപ്പിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് നിബന്ധനയെങ്കിൽ ഈ ഡിവൈഎഫ്ഐക്കാരൻ ആ മഹാത്മാഗാന്ധിയുടെ ആ പ്രതിമയെ നമുക്കറിയാം ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് അത് AKGക്കോ EMSനോ പോലും ചേരും എന്ന് പറയാനുള്ള മൗഢ്യമൊന്നും എനിക്കില്ല. EMSനും അത് വെച്ചു കൊടുക്കരുത്, AKGക്കും അത് വെച്ചു കൊടുക്കരുത്. പക്ഷേ പിണറായി വിജയൻ ഒരുപക്ഷെ അത് വെച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് പിണറായി വിജയൻ വെച്ചു കൊടുക്കണം സഖാവേ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കണ്ണടയും ഈ കൂളിംഗ് ഗ്ലാസും നിന്റെ നേതാവിന്റെ ഭാഷയാണ്, നിന്റെ നേതാവിന്റെ മുഖത്താണ് ചേരുക. ആ മുഖത്ത് അത് വെച്ചു കൊടുക്കുന്നതായിരിക്കും ഉചിതം എന്ന് ഞാൻ കണ്ണൂരിലെ ഈ നഗരത്തിന്റെ തെരുവിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ അഭിവന്ദനായ ലോകത്തിന്റെ പ്രിയങ്കരനായ നമ്മുടെ എല്ലാം മനസ്സിന്റെ ഒരു വലിയ നിലാവായി മാറിയ മഹാത്മാഗാന്ധിയുടെ ആ പ്രതിമയെ നമുക്കെല്ലാം അറിയാം സമൂഹ മാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ആ പ്രതിമയെ കുറ്റകരമായ രീതിയിൽ മാറ്റിയെടുക്കുകയും ചെയ്ത ആ ഡിവൈഎഫ്ഐക്കാരന് നേരെ കേസെടുത്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ പോലീസിന് പണി കിട്ടുമെന്ന് പോലീസിന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. മറ്റൊന്നുള്ളത് ഒരു മന്ത്രിയുണ്ടല്ലോ, ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് അമ്മ പ്രസവിച്ചപ്പോൾ ഒരുപക്ഷെ ഇവൻ നല്ലവരായി തീരട്ടെ എന്നുള്ളത് കൊണ്ടായിരിക്കാം രാധയുടെ കൃഷ്ണന്റെയും പേര് ഒന്നിച്ചിട്ടത്. ഇന്നലെ ശബരിമലയിൽ മന്ത്രി വൈകുന്നേരത്തെ ചാനലിൽ തന്ന വാർത്തയായതുകൊണ്ട് അദ്ദേഹം ശബരിമലയിലുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ആ മന്ത്രി പുങ്കവൻ ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം മന്ത്രി അവിടെ കൂടിയ പതിനായിരങ്ങൾ, അവിടെ കൂടിയ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ കണ്ഠനാളങ്ങളിൽ നിന്ന് ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ നിർവികാരനായി നിശ്ചേതനായി ഈ മനുഷ്യൻ, ഈ മന്ത്രി എന്ന് പറയുന്ന മനുഷ്യൻ രാധാകൃഷ്ണൻ ഒന്ന് തൊഴാൻ പോലും തയ്യാറാകാതെ ഏതോ ഒരു രൂപത്തെ, ആരെയാണെന്ന് പറയണ്ടല്ലോ, ഏതോ ഒരു ഭൂതപ്രേതത്തെ പേടിച്ചെന്ന വണ്ണം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ആ ശ്രീകോവിലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ചിത്രം. ഏത് ഭഗവാനെയാണ് താങ്കൾക്ക് പേടി? ഏത് ഭൂത പ്രേതങ്ങളെയാണ് താങ്കൾക്ക് പേടി? മനസ്സിലായില്ല. ആരാണ്? പിണറായി വിജയൻ. ഇതാ മറ്റേ കണ്ടുപോയാൽ ശൈലജ ടീച്ചർക്ക് കിട്ടിയ കാര്യം DCC പ്രസിഡന്റ് പറഞ്ഞു. ടീച്ചർക്ക് മാത്രമല്ല, ടീച്ചറുടെ കെട്ടിയവരും കിട്ടിയ പണി. 8ലെ പണിയാണ് കൊടുത്തത്. എന്താ പറഞ്ഞത്? ടീച്ചറോട് പറഞ്ഞു, പറയാതെ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾ വരുന്നതിന് മുമ്പ് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ നിങ്ങളോട് കൂടുതൽ സംസാരിച്ചതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽപ്പെട്ട 2 മന്ത്രിമാർക്ക് കൂടുതൽ പറയാൻ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ സാധു സ്ത്രീയെ, ഞാൻ അതാണ് പറയാൻ പോകുന്നത്. MLA വിടൂ, നിങ്ങൾ MLA എന്ന പരിഗണന വിടൂ, മുൻ മന്ത്രി എന്ന പരിഗണന വിടൂ. ആ പാവം ഒരു സാധു സ്ത്രീയെ, സാധു എന്ന് ഞാൻ പറയുന്നത് വളരെ ബോധപൂർവമാണ്, ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഈ നവകേരള സൃഷ്ടിയുടെ സൃഷ്ടാവ് എന്ന് വിളിച്ചു പറയുന്ന മുഖ്യമന്ത്രി, നവകേരളം പോലും, നവകേരളം അപമാന കേരളം, ആ അപമാന കേരളത്തിന്റെ ഈ രാഷ്ട്രീയ യാത്രയുടെ നായകൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം ആ സ്ത്രീയെ അപമാനിച്ചു എന്ന് മാത്രമല്ല, ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു. എന്നോട് വരുമ്പോൾ ഭാസ്കരൻ മാഷ് ചോദിച്ചു, പരിപാടി എങ്ങനെയുണ്ട്? പാവം ആ അധ്യാപകനായതുകൊണ്ട് ഒരുപക്ഷെ, രണ്ടുപേരും അധ്യാപകരായതുകൊണ്ട് ഒരുപക്ഷെ ഈ രാഷ്ട്രീയത്തിലെ കളികളൊന്നും മനസ്സിലായിട്ടുണ്ടാകില്ല. പിണറായി വിജയൻ പോകുമ്പോൾ അതുവഴി കടന്നു പോകുന്ന വേദിയിൽ ശൈലജ ടീച്ചർ
താഴെ മടങ്ങി നിസ്സഹായമായി ചിരിക്കുന്ന ഒരു ചിരി നിങ്ങൾക്ക് ചാനലുകളിലൂടെ കാണാൻ കഴിയും. ആ നിസ്സഹായയായ സ്ത്രീയുടെ ഭർത്താവിനെ പോലും വെറുതെ വിടാൻ തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ മറ്റേത് മുഖ്യമന്ത്രിയുണ്ട്? പ്രിയമുള്ളവരെ, ഇത്ര ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ ഈ മുഖ്യമന്ത്രിയെ ഭയന്നിട്ടാകണം സാക്ഷാൽ ദേവസ്വം വകുപ്പ് മന്ത്രി ദൈവത്തെ കാണാൻ പോലും ഒന്ന് നോക്കാതെ ഇങ്ങനെ കൈമടക്കി കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് അദ്ദേഹം നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ മുള്ളാൻ നിൽക്കുന്നത് പോലെയുണ്ട്. എന്തുപോലെയാ? മുള്ള എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇത് ഒരു രൂപത്തെ ഈശ്വരന്റെ ചൈതന്യം കാണുന്നതിന് പകരം അതിനപ്പുറത്ത് ആ ആകാശത്ത് പിണറായി വിജയന്റെ ഒരു രൂപമുണ്ടോ എന്ന് തോൽപ്പിക്കുന്ന തരത്തിൽ ഈ മനുഷ്യൻ, ഈ മന്ത്രി തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് കരുതാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു മന്ത്രി, ദേവസ്വം മന്ത്രി, ദേവസ്വത്തിന് മാത്രമല്ല കേരളത്തിന് അപമാനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മൂന്ന് വളരെ വ്യത്യസ്തമായ ചിത്രങ്ങൾ ഒരു ഗവൺമെന്റിനെ വിശകലനം ചെയ്യാൻ ഇതിൽ പരം മറ്റെന്താണ് വേണ്ടത്? തീരുന്നില്ല. മറ്റൊരു സംഭവം, തിരുവനന്തപുരത്ത് ഒരു 23 വയസ്സുകാരി ആത്മഹത്യ ചെയ്തിരിക്കുന്നു വീട്ടിൽ. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ ജിഷ എന്ന് പറയുന്ന ഒരു LLB വിദ്യാർത്ഥിനിയെ? ശ്രീ ഉമ്മൻചാണ്ടി കേരളം ഭരിച്ച കാലത്ത് ഒരു അന്യദേശ തൊഴിലാളിയാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ജിഷ എന്ന് പറയുന്ന 25 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ദീനരോദനത്തിന്റെ, വിലാപത്തിന്റെ, കണ്ണീരിന്റെ കഥ പറഞ്ഞ് തെരുവുകളിലൂടെ ജാഥ പോയ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരെ, ഡിവൈഎഫ്ഐയുടെ ചുണക്കുട്ടന്മാരെ, കുട്ടികളെ ഇപ്പോൾ കേരളത്തിലെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ 10,000-കണക്കിന് സംഭവങ്ങൾ ഓരോ ദിവസവും വണ്ടിപ്പെരിയാറിന്റെ, നമുക്കറിയാവുന്നതുപോലെ ഇടുക്കിയിലെ വണ്ടിപ്പെരിയാറിലെ, പാലക്കാട്ടെ, കണ്ണൂരിലെ, എളയാവൂരിലെ, എന്തിനേറെ പറയുന്നു നമ്മുടെ ഈ പറഞ്ഞ ഇരിക്കൂറിലെ വരെ ദുരന്തങ്ങളുടെ ഒരു പട്ടിക എടുത്തു നോക്കിയാൽ 8 വർഷത്തിനുള്ളിൽ അതിഭീകരമായി 5 വയസ്സുള്ള കുട്ടി മുതൽ 85 വയസ്സുള്ള സ്ത്രീകൾ വരെ അതിദാരുണമായി വീട്ടകങ്ങളിലോ തെരുവുകളിലോ തെരുവ് ഗുണ്ടകളുടെ മാത്രമല്ല പകൽ മാന്യന്മാരുടെ വരെ കരപരിലാളനത്തിൽ മരിച്ചു വീഴുന്ന ഒരു പ്രേതാലയമായി, ഒരു ശവക്കൂലകളുടെ നാടായി കേരളം മാറുന്ന അതിഭീകരമായ, ഭീതിതമായ, ഭയാനകമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ കേരളത്തിൽ പതിയെ പതിയെ രൂപം കൊള്ളുന്നത് എന്ന് നാം മറന്നുകൂടാത്തതാണ്. 4 ദിവസം മുമ്പെയാണ് കൊച്ചിയിലെ ആ പറയുന്ന റെയിൽവേ സ്റ്റേഷനോട് തൊട്ടടുത്ത പ്രദേശത്ത് 53 വയസ്സുള്ള ഒരു സ്ത്രീ ഇതേ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി ആ സ്ത്രീ ദാരുണമായി, അതിഭീകരമായി, ബലാത്സംഗത്തിന് വിധേയായി കൊല ചെയ്യപ്പെടുന്ന ഒരു ദാരുണമായ സംഭവം ഞാൻ എണ്ണി പറയാൻ തുടങ്ങിയാൽ ഒരുപാടല്ലേ തലച്ചോറിലേക്ക് വരുന്നു. പ്രിയമുള്ളവരെ, എത്ര വീടുകളിൽ, അടച്ചുറപ്പുള്ള വീടുകളിൽ പോലും സുരക്ഷിതത്വമില്ലാത്ത ഒരു കാലം, പോലീസുകാരൻ മുഴുവൻ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ആർക്ക് വേണ്ടി? കഴിഞ്ഞ ദിവസം പള്ളിക്കുന്നിലെ ഒരു വീട് കൊള്ളയടിച്ച് പകലാണ്, നട്ടപ്പകൽ പട്ടപ്പകൽ കൊള്ളയടിക്കപ്പെടുന്ന ഒരു കേരളം, അതിഭീകരമായ ഒരു കേരളം. എന്നിട്ട് പറയുന്നു നവകേരളം. പ്രിയപ്പെട്ട നാരായണ ഗുരുദേവ, അങ്ങ് ക്ഷമിക്കണമേ ഈ പാപികളോട്, ഈ കലാപകാരികളോട്, ഈ ദുഷ്ടന്മാരോട് അങ്ങ് പൊറുക്കേണമേ എന്നാണ് 2024 ഈ പ്രഭാതത്തിന് മുമ്പിൽ എനിക്ക് ഇവിടെ വെച്ച് പറയാനുള്ളത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ വേദനകളുടെ ഒരു വലിയ പർവ്വം ഓരോ വീടുകളിലും, ഓരോ സ്ത്രീകളും, ഓരോ കുട്ടികളും അനുഭവിച്ചു തീർക്കുന്ന ഒരു ദുരന്തത്തിന്റെ സാക്ഷികളായി എന്റെയും നിങ്ങളുടെയും കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഞാൻ ശബരിമലയെ കുറിച്ച് പറഞ്ഞു. ശബരിമല ഏവരാലും, എല്ലാ ജാതി മതസ്ഥർക്കും, അത് ഹൈന്ദവന് മാത്രമുള്ളതല്ല. യേശുദാസ് ഉൾപ്പെടെയുള്ള എത്രയോ അന്യമതസ്ഥർ കയറിപ്പോകുന്ന ശബരിമല, ആ ശബരിമലയിൽ 18 വർഷക്കാലം അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് മുടക്കം കൂടാതെ എല്ലാ വർഷവും വ്രതാനുഷ്ഠാനത്തോടെ 41 ദിവസത്തിന്റെ വ്രതശുദ്ധിയോടെ, മനഃശുദ്ധിയോടെ
മല കയറാൻ, മല ചവിട്ടാൻ, അയ്യരെ കാണാൻ, അവിടെ പോയി അഭിഷേകം ചെയ്യാൻ എത്രയോ ആളുകൾ കേരളത്തിൽ നിന്ന്, വെളിയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, പ്രിയമുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. എന്താണ് വാർത്ത എന്നറിയില്ലേ? ആ മനുഷ്യൻ അവിടെ ചമ്രം വടിഞ്ഞിരുന്ന് പറഞ്ഞു, എന്റെ കൂടെയുള്ള സ്വാമിമാരെ നിങ്ങൾ വരികിൻ, ഒരാളെ മാത്രം നമുക്ക് അയക്കാം, ശബരിമലയിലേക്ക് ഇനി പോകുന്നില്ല ഞാൻ. ഇതിനേക്കാൾ വലിയ ശാപം ഒരു ഗവൺമെന്റിന് ലഭിക്കാനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു തമിഴ്നാട്ടുകാരൻ അവർ പറയുന്നു, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, മാല ഊരുകയാണ്, അയ്യപ്പനെ കാണാതെ, അയ്യനെ കാണാതെ താൻ ധരിച്ച ആ വ്രതശുദ്ധിയുടെ മാല, തന്റെ ജപമാല, തന്റെ മനസ്സിന്റെ അക്ഷരങ്ങൾ, അത് കൊത്തിവെച്ച ജപമാല ഞാനിതാ ഊരിവെക്കുകയാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ആദ്യത്തെ ഒരു കേരളം ഇതാ പിറവികൊണ്ടിരിക്കുന്നു. അതാണോ നവകേരളം? ഇത് സൃഷ്ടിക്കാനാണോ പിണറായി വിജയൻ 36 ദിവസക്കാലം നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ എല്ലാ അഹന്തയുടെയും, എല്ലാ ധാർഷ്ട്യത്തിന്റെയും, എല്ലാ ധൂർത്തിന്റെയും പര്യായമായി ഒരു 21 അംഗ, നിങ്ങൾ എന്താ പറയേണ്ടത്, ഒരുപാട് കോമാളികൾ. എന്താണ് ഒരു കോമാളിക്ക്? നമുക്കറിയാം, നമ്മുടെ സർക്കസുകളിൽ ഒരു യജമാനനും കുറെ കോമാളികളും ഉണ്ടാകും. എല്ലാവർക്കും അടിക്കും, ടപ്പ് ടപ്പ് ഒന്ന് ഒച്ച വരും. അതുപോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഏമാന്റെ മുമ്പിൽ പിന്നിൽ 20-20ഓളം വരുന്ന മന്ത്രിപുങ്കവന്മാർ വാലാട്ടി, പത്തിമടക്കി, എല്ലാം പറഞ്ഞതുപോലെ എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിന് ധൂർത്തിന്റെ പര്യായമായി മാറിയ ഈ നവകേരള യാത്ര കണ്ണൂരിലെത്തി. പ്രിയപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു, അതിൽ കുറെ അപേക്ഷകൾ നമുക്കാണ് കിട്ടിയത്. കണ്ണൂർ കോർപ്പറേഷന് ദയാ മെഡിക്കൽസിന്റെ അപേക്ഷകൾ. ദയാ മെഡിക്കൽസ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയേണ്ടതില്ല. ആ ദയാ മെഡിക്കൽസിന്റെ മുതലാളി, ആളെ പേര് ഞാൻ പറഞ്ഞുപോയി, ദയാ മെഡിക്കൽസ് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്, ഇനി ഒന്ന് പറഞ്ഞേക്കാം. അദ്ദേഹം കുറെ പരാതികൾ എന്റെ ഗവൺമെന്റിന്, എന്റെ പ്രിയ മുഖ്യമന്ത്രിക്ക്, എന്റെ പ്രിയ പിണറായി ചേട്ടന് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം പ്രേമലേഖനങ്ങൾ കുറെ എഴുതി. ഞങ്ങൾക്ക് കളിക്കാൻ അഴീക്കോട്ട് കോർട്ട് വേണം, ഫുട്ബോൾ ഗ്രൗണ്ട് വേണം, ജിംനേഷ്യത്തിന് അത് ആളുകൾക്ക് മസിൽ വരുത്തുന്നതിന് വേണ്ടി ജിംനേഷ്യം കോർട്ട് വേണം. അങ്ങനെ കുറെ ആളുകളുടെ പരാതികൾ. ഞങ്ങൾക്ക് അങ്ങയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കുറച്ച് കാശ് വേണം. ഈ പറയുന്ന കെട്ടുകളെല്ലാം കെട്ടിയിരിക്കുന്നത് സാക്ഷാൽ ടി.ഒ. മോഹനാണ്. ടി.ഒ. മോഹനിൽ ഇതൊരു ദിവസം ബഹുമാന്യനായ മേയർ ഈ കെട്ടുകൾ നന്ദം വിട്ടു നിന്നു. ഇതെവിടേക്ക് പോകേണ്ടതാണ്? നിങ്ങൾ നോക്കൂ, ഒരു ചെറിയ ഒരു പരാതി പോലും നിങ്ങൾക്ക് ആർക്കാണ് അയക്കേണ്ടത് എന്നറിയാത്ത കുറെ ശുംഭന്മാരെ, കുറെ ശുംഭികളെ, കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരായ ശുംഭന്മാരെയും ശുംഭികളെയും ഏൽപ്പിച്ച് നിങ്ങൾ തടി ഊരിയതിന്റെ ലക്ഷണമാണ് പ്രിയമുള്ളവരെ. ആ അപേക്ഷകളെല്ലാം കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് തീരുന്നില്ല അവിടെ. പിന്നീട് വാറോലയായി. ആരാണ് ഇത് ചോർത്തിക്കൊടുത്തത്? ആരാണ്, ഏത് ടേബിളിലാണ് അപേക്ഷകൾ വന്നത്? എവിടേക്ക് പോയി അപേക്ഷകൾ? ആരാണ് പത്രങ്ങൾക്ക് കൊടുത്തത് എന്നെല്ലാം അറിയാൻ ഇവിടുത്തെ ഏമാന്മാരുടെ പടപ്പുറപ്പാടായി. ഞങ്ങൾ കൂസുമോ, ഞങ്ങൾ കുരുങ്ങുമോ? ഞങ്ങൾ പറഞ്ഞു, മേയർ പറഞ്ഞു, ഞാനാണ് പരാതി കൊടുത്തത്, ഞങ്ങൾക്ക് വരാൻ പാടില്ലാത്ത അപേക്ഷകൾ ഒരപേക്ഷയും ഞങ്ങൾ സ്വീകരിക്കില്ല. അത് വരാൻ പാടില്ലാത്തിടത്തേക്ക് ആരാണ് അയച്ചത് എന്ന് ധാർഷ്ട്യത്തോടെ കണ്ണൂരിന്റെ മേയർ പ്രിയപ്പെട്ട ടി.ഒ. മോഹനൻ അധികാരികളോട് വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ പഞ്ചപുച്ഛമടക്കി തിരിച്ചു പോകുന്ന ചിത്രം, ആ രംഗം കണ്ണൂരിന്റെ ജനതയോട് ഞങ്ങൾ തെരുവിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരി ശ്രീ അമൃതയും ഒക്കെ സംസാരിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെ എണ്ണിയാൽ തീരാത്ത വീരരോധനങ്ങളുടെ ഒരു പറുദീസയായി കേരളം മാറുന്നു. കേരളത്തിലെ യുവാക്കൾ എല്ലാവരും നാടുപിടുകയാണ്. നിങ്ങൾ എടുത്തു നോക്കൂ, 38,000-ഓളം ആളുകളാണ്, ചെറുപ്പക്കാരാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഈ കേരളം വിട്ടുപോയത്. അന്യദേശങ്ങളിലേക്ക് പഠിക്കാൻ, അന്യദേശങ്ങളിലേക്ക് ജോലി നേടി, അതുപോലെ അത് വലിയ അമേരിക്ക പോലുള്ള, ഓസ്ട്രേലിയ പോലുള്ള, ലണ്ടൻ പോലുള്ള നഗരങ്ങളിലേക്ക് ഇവിടുത്തെ ചെറുപ്പക്കാർ കുടിയേറുകയാണ് എന്ന് പറഞ്ഞാൽ
പിണറായി വിജയൻ താങ്കൾ ഒരുക്കുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കുള്ള പത്മവ്യൂഹമാണ്. അവരെ നിങ്ങൾ ചതിയിൽപ്പെടുത്തി കൊല്ലും. ആ കൊല്ലലിൽ നിന്ന് ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കേരളത്തിന്റെ യുവത്വമേ നിങ്ങൾ ചിറക് വിരിച്ച് പറന്നു പോകൂ എന്ന് മാത്രം ഈ കേരളത്തിലെ യുവത്വത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ ആലയങ്ങളിലേക്ക് പോയാൽ, നിങ്ങൾ ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും പിന്നണിയിലേക്ക് പോയാൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ നാളുകളിൽ റോഡുകളിൽ തെണ്ടുന്നവരായി മാറുമെന്നതിന്റെ ഉദാഹരണമാണ് ബഹുമാന്യനായ ഗവർണറെ ഘെരാവോ ചെയ്യാൻ പോയ പാവപ്പെട്ട ഡിവൈഎഫ്ഐക്കാരന്റെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ പരിശോധിക്കണം. 7 വർഷം വരെ കഠിന തടവും അതുപോലെ തന്നെ മറ്റൊരു ജോലിയിൽ പോലും പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ കണ്ണൂരിൽ നിങ്ങളുടെ നിയമവ്യവസ്ഥയിൽ നിന്ന് മാറ്റി തീർക്കുന്നതാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരാഭാസങ്ങൾ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് പ്രിയങ്കരനായ KPCC അധ്യക്ഷൻ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് വന്ന് എന്റെ ഒരു വ്യക്തിപരമായ ദുഃഖത്തിൽ പങ്കുചേരാൻ എന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ ടിയർ ഗ്യാസ് ഒരു ഇഞ്ചകലം കൂടി എന്റെ അടുത്തേക്ക് വന്നാൽ എനിക്ക് നിന്നോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ആ ദുരന്തത്തിന്റെ കുറിച്ച് നമ്മളെല്ലാം ബോധവാന്മാരാകുന്നത്. KPCC അധ്യക്ഷനെ പോലെ അദ്ദേഹം MP ആണെന്ന് മാറ്റിവെക്കുക. ആദരണീയമായ KPCCയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ഒരു മഹാനായ മനുഷ്യന്റെ ആ അരികിലേക്ക് ടിയർ ഗ്യാസ്, നേരത്തെ സൂചിപ്പിച്ചില്ലേ, മാരകമായ ടിയർ ഗ്യാസ് അങ്ങ് പായിച്ച് നിങ്ങൾ അങ്ങനെ മന്ദസ്മേരമുഖരായി, മന്ദസ്മേരത്തോടെ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ അന്തി ഉറങ്ങാം എന്ന് കരുതുന്നുവെങ്കിൽ 3.5 കോടി ജനതയും പുലിക്കുട്ടികളെ പോലെ നാളുകളിൽ ചുരുണ്ടെഴുന്നേക്കും. അങ്ങനെ 2024-ൽ 2019-ന്റെ തനിയാവർത്തനം കാണാൻ പ്രിയപ്പെട്ട കേരളമേ കാത്തിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും അനന്തരാവകാശയുടെ സ്വത്തല്ല കേരളം. ഈ കേരളം പരശുരാമൻ ഉണ്ടാക്കിയതാണെങ്കിൽ ആ പരശുരാമന്റെ വീര്യത്തോടെ ഞാൻ പറയട്ടെ, ഈ കൊച്ചു കേരളത്തിൽ പരശുരാമന്മാർ ഇല്ലാതായിട്ടില്ല. നിങ്ങൾക്കെതിരെ വലിയ ശക്തമായ മുന്നേറ്റമായി ഞങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ്, നമുക്കറിയാം ഈ 2 ഫാസിസ്റ്റുകൾ, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഫാസിസം, ഇവിടെ കേരളത്തിൽ പിണറായി വിജയന്റെ ഫാസിസം. ഈ ഫാസിസം നീണാൾ വാഴില്ല എന്നുള്ളത് എത്രയോ ഉദാഹരണങ്ങൾ ലോകത്തിന് മുമ്പിൽ സ്റ്റാലിനും ഹിറ്റ്ലറും മുസോളിനിയും എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു. അവരുടെ അന്ത്യം, അവരുടെ അവസാനം എത്ര വേദനാജനകമായിരുന്നു എന്ന് ചരിത്രത്താളുകളിലൂടെ കടന്നുപോയാൽ നമുക്കറിയാൻ സാധിക്കും. നാളെ നിങ്ങളുടെ ഗതി ഇതാണ്. ഈ ഹിറ്റ്ലറും ഈ മുസോളിനിയും അവരെല്ലാം അനുഭവിച്ചതാണ് താങ്കൾക്കും താങ്കളുടെ ഗവൺമെന്റിനും വിധിച്ചിട്ടുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിലേക്ക് നമുക്ക് സടകുടം എഴുന്നേറ്റ് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഹൃദയാഭിവാദ്യം അർപ്പിച്ച് ആശംസകൾ അർപ്പിച്ച് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. നമസ്തേ, ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരിയായ മെമ്പർ ശ്രീ അമൃത രാമകൃഷ്ണൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തുറ്റ അധ്യക്ഷൻ, എത്രയും പ്രിയങ്കരനായ ശ്രീ രാഹുൽ കായക്കൽ, ഇന്നത്തെ ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവറുകൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ നേതാക്കൾ, കണ്ണൂർ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ എത്രയും പ്രിയങ്കരനായ ശ്രീ സുരേഷ് ബാബു എളയാവൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MP രാജേഷ്, മണ്ഡലം പ്രസിഡന്റുമാരായ ശ്രീ ചന്ദ്രൻ മാഷ്, ശ്രീ അനൂപ് ദാസേട്ടൻ, ശ്രീ ഷിബിൽ, ശ്രീ രഞ്ജിത്ത്, UDFന്റെ കണ്ണൂർ ജില്ലാ ചെയർമാനായ, കണ്ണൂർ മണ്ഡലം വെസ്റ്റ് മണ്ഡലം ചെയർമാനായ ശ്രീ അമർനാഥ്, മൈനോറിറ്റിയുടെ പ്രസിഡന്റായ
ശ്രീ ഡൂഡു ജോർജ് അടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, എന്റെ വാക്കുകൾ കേൾക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളെ, അക്രമത്തിന്റെ വൈദഗ്ധ്യം, പിന്നമിടുക്ക്, ഇതൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ ഒരിക്കലും പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. എങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ജനങ്ങളെ വരച്ച വരയിൽ നിർത്താമെന്ന തെറ്റായ ധാരണയിലാണ് ഇന്ന് സഖാവ് പിണറായി വിജയനും കൂട്ടരും നമ്മുടെ നാട് ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നവകേരള സദസ്സ് എന്ന പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവർ നടത്തിയ ഈ നാടകം അഴിമതിയും ധൂർത്തും നിറഞ്ഞ ഒരു ആർഭാട യാത്ര തന്നെയായിരുന്നു. 1,05,00,000 രൂപ വരുന്ന മെർസിഡീസ് ബെൻസിന്റെ ആഡംബര ബസ്സിൽ, ആ ബസ്സിൽ നിന്നും താഴെ ഇറങ്ങുന്നതിനു വേണ്ടി, 2 സ്റ്റെപ്പ് താഴെ ഇറങ്ങുന്നതിനു വേണ്ടി ഹൈഡ്രോളിക് ലിഫ്റ്റ് പിടിപ്പിച്ചുകൊണ്ടും വഴിയോരങ്ങളിലൊക്കെ തന്നെ ഒരു വെയിലത്ത് കൊച്ചുകുട്ടികളെ അണിനിരത്തിക്കൊണ്ടും ഈ ബസ്സിന് സദസ്സ് നടക്കുന്ന ഓരോ വേദിയിലേക്കും വളരെ സൗകര്യത്തോടെ ചെന്നെത്തുന്നതിന് വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ കോമ്പൗണ്ട് വാളുകൾ JCB ഉപയോഗിച്ച് പൊളിച്ചു നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ കുറെ വർഷങ്ങൾക്ക് മുൻപ്, എത്രയോ കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട് ഉപേക്ഷിച്ച രാജഭരണത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര നിർഭാഗ്യകരമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഈ യാത്ര കൊണ്ട് ആർക്കാണ് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടായോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു നാടിനെ കട്ടുമുടിച്ചുകൊണ്ട് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു നാടായി നമ്മുടെ ഈ കേരളത്തെ മാറ്റിക്കൊണ്ട് കേരളത്തിന്റെ സമസ്ത മേഖലകളെയും പകർത്തുകൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുക എന്നത് സ്വാഭാവികമാണ്. അധികാരം എന്ന 4 അക്ഷരത്തിനോടൊപ്പം ആർഭാടം അല്ലെങ്കിൽ ആഡംബരം എന്ന 4 അക്ഷരത്തിന്റെ അകമ്പടി ചേരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എവിടെയാണ് കമ്മ്യൂണിസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇന്നാട്ടിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തീർച്ചയായിട്ടും ഈ ഫാസിസ്റ്റുകളോട് ചോദിക്കുന്നുണ്ടാകും, നിത്യവൃത്തിക്ക് വേണ്ടി എല്ലുമുറുക്കി പണിയെടുക്കുന്നവന്റെ നികുതിപ്പണം കൊണ്ട് ശീതീകരിച്ച മുറികളിലിരുന്ന് വിരുന്നുണ്ണാൻ വരുന്ന പൗരപ്രമുഖന്മാരെ കണ്ട് സന്തോഷിക്കുന്ന ഒരു നവകേരളം വാർത്തെടുക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപ് പാറപ്പുറത്തെ ചുട്ടെരിയുന്ന ആ മണൽ തരികൾക്ക് മുകളിൽ ഒരു ആദ്യത്തെ ചുവപ്പ് തിരശ്ശീല ഉയർന്നത് എന്ന് തീർച്ചയായിട്ടും ഇന്നാട്ടിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഈ ഫാസിസ്റ്റുകളോട് ചോദിക്കുക തന്നെ ചെയ്യും. കാസർഗോഡ് മുതൽ ഈ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ നമ്മൾ കണ്ടതാണ്, നമ്മുടെ കണ്ണൂരിലെ കല്യാശ്ശേരിയിൽ വെച്ച് ഇവർ തുടങ്ങിയതാണ്. പിണറായിയുടെ പോലീസും DYFI ഗുണ്ടകളും CMന്റെ ഗൺമാൻ അടക്കമുള്ളവർ ചേർന്ന് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകരെ ഇവർ ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും അവരുടെ തല തല്ലി പൊളിക്കുകയും മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അവരെ കടിച്ചു കീറിക്കൊണ്ടും ഇവർ ഇവിടെ എന്തൊക്കെയാണ് നടത്തിയതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. കായംകുളത്തെ അംഗപരിമിതനായ നമ്മുടെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകനെ പോലും ഇവർ ചവിട്ടി മെതിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ പ്രതിഷേധിക്കുന്നവരുടെ തല തല്ലിപ്പൊളിക്കുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറയുന്ന
ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ചാർജ് കൂടിയുള്ള ഒരു മുഖ്യമന്ത്രി പറയുകയാണ്, ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, മാതൃകാപരമാണ്, നിങ്ങൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ സ്വരമാണ് കേരളത്തിലെ ജനങ്ങൾ കേട്ടത്. ഗവർണർക്കെതിരെ SFIയുടെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചാൽ അവർക്കെതിരെ ഒരു കേസും ഇവിടുത്തെ പോലീസ് എടുക്കില്ല. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചാൽ ഇവിടുത്തെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുക്കുകയാണ്. നമ്മളെല്ലാവരും കണ്ടതാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന ആ പ്രതിഷേധത്തിൽ ഒരു SFIയുടെ പ്രവർത്തക കൊച്ചുകുട്ടിയെ പോലെ കരയുമ്പോ പോലീസുകാർ പറയുകയാണ്, കരയല്ലേ മോളെ എന്ന് പറഞ്ഞ് ആ SFI പ്രവർത്തകയെ ആശ്വസിപ്പിക്കുന്ന ആ പോലീസിന്റെ കരുതലൊന്നും നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധ സ്ഥലങ്ങളിലൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ്. കരിങ്കൊടിയുമായി മുഖ്യമന്ത്രിക്കെതിരെ ഒരാൾ മുന്നോട്ട് വന്നാൽ 100 കണക്കിന് പോലീസുകാർ വളഞ്ഞിട്ട് അവനെ അടിക്കും. എന്നിട്ട് അതിലെ ഒരു മുഖ്യ ഉദ്യോഗസ്ഥൻ തന്നെ അവന്റെ കഴുത്തിലൂടെ കൈ മുറുക്കിക്കൊണ്ട് അവനെ ശ്വാസം മുട്ടിക്കും. 100 കണക്കിന് നമ്മുടെ പ്രവർത്തകരാണ് പരിക്കേറ്റ് ആശുപത്രിയിലുള്ളത്. 100 കണക്കിന് നമ്മുടെ പ്രവർത്തകർക്കെതിരെയാണ് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുള്ളത്. 100 കണക്കിനുള്ള നമ്മുടെ പ്രവർത്തകരാണ് ജയിലിലുള്ളത്. എങ്ങോട്ടേക്കാണ് ഈ പോലീസ് പോകുന്നത്? CPMന്റെ പാർട്ടി ഓഫീസിൽ നിന്നും അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് നടന്ന ആ പ്രതിഷേധ ധർണയിൽ പ്രതിപക്ഷ നേതാവും KPCCയുടെ അധ്യക്ഷനടക്കമുള്ള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ ഇരിക്കുന്ന ആ വേദിയിലേക്ക് ടിയർ ഗ്യാസും അതുപോലെ തന്നെ ജലപീരങ്കിയും ഇവർ പ്രയോഗിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഇവിടുത്തെ DGP പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. കേവലം പരാതികൾ പരിശോധിക്കുന്ന ഒരു സംവിധാനമായി മാത്രം മാറിയിരിക്കുന്നു ഇന്ന് നമ്മുടെ കേരളത്തിലെ പോലീസ്. പിണറായിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ഇവിടെ സൂചിപ്പിച്ചു, അവർക്ക് അനുമോദനം നൽകുകയാണ്. എങ്ങോട്ടേക്കാണ് ഈ പോലീസ് പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു കാലത്ത് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കേരളത്തിന്റെ പോലീസിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവരുടെ ക്രിയാശേഷിയും അവരുടെ കർമ്മബുദ്ധിയും ഒക്കെ തന്നെ CPMന്റെ ഗുണ്ടകൾക്ക് പണയപ്പെടുത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ, ഈ കുറച്ചു കാലങ്ങളായിട്ട് അവരുടെ എല്ലാ സമീപനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ വണ്ടിപ്പെരിയാറിലെ കേവലം 6 വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായി പീഡിപ്പിച്ച് തൂക്കിക്കൊലപ്പെടുത്തിയ ഒരു CPM ക്രിമിനലിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തത് ഇവിടുത്തെ പോലീസ് തന്നെയല്ലേ? CPM എന്നും പോലീസിനെ അവരുടെ രാഷ്ട്രീയ ചട്ടുകമായി ഉപയോഗിച്ച ഒരു രീതിയാണ് എന്തും അവർ കൈക്കൊണ്ടിട്ടുള്ളത്. അവർ അധികാരത്തിൽ ഉള്ള സമയത്ത് അവരുടെ പാർട്ടി ഓഫീസിൽ നിന്നും എഴുതി കൊടുക്കുന്ന തിട്ടൂരങ്ങൾക്ക് അനുസരിച്ച് അവർ ഇവിടുത്തെ പോലീസ് പ്രവർത്തിക്കണം. അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലീസിനെ അവഹേളിക്കുന്ന അവരുടെ ആ രീതിയും ഇവിടെ ആരും തന്നെ മറന്നിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷനിലകത്തും നമ്മൾ ബോംബ് നിർമ്മിക്കുമെന്ന് മൺമറഞ്ഞു പോയ ഒരു CPM നേതാവ് പറഞ്ഞത് കണ്ണൂരിലെ ജനങ്ങൾ ആരും ഒരിക്കലും മറക്കില്ല. ഞാൻ സുദീർഘമായിട്ടൊന്നും തന്നെ സംസാരിക്കുന്നില്ല. ഇവിടെ ഈ ഒരു യാത്രയിലൂടെ എന്താണ് പിണറായി സർക്കാർ ഇവിടെ നേടിയത്? എന്താണ് അവർ നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളുമായി സംവദിച്ചത്? ഒരുപാട് യാത്രകൾ നമ്മുടെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നഗ്നപാതനായി ദണ്ഡി യാത്ര നടത്തിയ ഗാന്ധിജിയുടെ ആ യാത്രയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയും ഒക്കെ തന്നെ നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ഈ നവകേരള യാത്ര തുടക്കത്തിൽ തന്നെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് എറിയപ്പെട്ടത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ യാത്ര എന്തിനാണ് നടത്തിയത് എന്ന് ഇവർക്ക് പോലും ഒരു വ്യക്തതയുമില്ല. മുഖ്യമന്ത്രി പറയുന്നത് ഈ നാട്ടിലെ വികസനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ യാത്ര എന്നാണ്.
ആരോടാണ് ഇവർ സംസാരിക്കാൻ പോകുന്നത്? ഇവർ ഉദ്ദേശിച്ചത് എത്രയോ കാലങ്ങളായിട്ട് പെൻഷൻ മുടങ്ങിയ പാവപ്പെട്ട ജനങ്ങളാണ് ഇവര് സംസാരിക്കാൻ പോകുന്നത്. എന്ത് വികസനത്തെക്കുറിച്ചാണ് ഇവർക്ക് സംസാരിക്കാനുണ്ടായത്? 40 ലക്ഷം ചിലവഴിച്ചുകൊണ്ട് ക്ലിഫ് ഹൌസിൽ ഉണ്ടാക്കിയ ആ കാലിത്തൊഴുത്തിനെ കുറിച്ചാണോ ഇവർക്ക് സംസാരിക്കാനുണ്ടായത്? അല്ലെങ്കിൽ ആ കാലിത്തൊഴുത്തിലെ മ്യൂസിക് സിസ്റ്റത്തെ കുറിച്ചാണോ ഇവർക്ക് ജനങ്ങളോട് പറയാനുണ്ടായത്? ക്ലിഫ് ഹൌസിൽ അവിടുത്തെ ലിഫ്റ്റ് നിർമ്മിച്ച് എത്രയോ ലക്ഷങ്ങൾ പൊടിച്ചതിനെ കുറിച്ചാണ് ഇവർക്ക് സംസാരിക്കാനുണ്ടായത്? 33 ലക്ഷം ചെലവാക്കിക്കൊണ്ട് അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ റിനോവേറ്റ് ചെയ്തതിനെ കുറിച്ചാണ് ഇവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്? അല്ലെങ്കിൽ KSRTC എന്ന ഈ സംവിധാനത്തെ എങ്ങനെയാണ് തകർത്തത് എന്ന മാജിക്കിനെ കുറിച്ചാണോ ഇവർ ജനങ്ങളോട് സംസാരിച്ചത്? അല്ലെങ്കിൽ ബസ് ചാർജ് വർദ്ധിപ്പിച്ചതിനെ കുറിച്ചോ? PSCയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇന്നാട്ടിലെ യുവാക്കളെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടക്കാർക്കും ബന്ധുക്കൾക്കും വേണ്ടി പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയതിനെ കുറിച്ചാണോ ഇവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്? സഹകരണ മേഖലയെ എങ്ങനെ കട്ടുമുടിച്ച് തകർക്കാമെന്നതിനെ കുറിച്ചാണോ ഇവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്? മയക്കുമരുന്ന് മാഫിയകൾക്ക് എങ്ങനെ വളം വെച്ചു കൊടുക്കാമെന്നതിനെ കുറിച്ചാണോ ഇവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്? കേരളീയം എന്ന ദൂർത്തിനെ കുറിച്ചാണോ ഇവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്? അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന പാർട്ടി ഭരണത്തെക്കുറിച്ചാണോ ഇവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്? ഞാൻ ചുരുക്കുകയാണ്. ഭരണം എക്കാലവും ശാശ്വതമല്ല എന്ന് ഇവിടുത്തെ പോലീസുകാർ ഓർക്കുന്നത് നല്ലതായിരിക്കും. എന്നും സഖാവ് പിണറായി വിജയന്റെ ഭരണത്തിന്റെ ആ ഒരു സംരക്ഷണത്തിൽ, ആ തണലിൽ എന്നും മുന്നോട്ട് പോകാമെന്ന് ഇവിടെ ആരും തന്നെ കരുതേണ്ട. നീതിന്യായ വ്യവസ്ഥകൾ തുലനം ചെയ്ത് കൃത്യമായി എല്ലാവർക്കും ലഭ്യമാക്കേണ്ടത് ഇവിടുത്തെ പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ അരാജകത്വം നിറഞ്ഞ ഒരു നാടായി നമ്മുടെ കേരളത്തിനെ മാറ്റാൻ പിണറായി സർക്കാരിന് ഇവിടുത്തെ പോലീസ് കൂട്ടുനിൽക്കരുത്. നിങ്ങൾ കാക്കി ധരിക്കുന്നവരാണ്, കാക്കിയോട് നിങ്ങൾ ബഹുമാനം കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള, ഇവരുടെ നരനായാട്ടിനെതിരെയുള്ള ഈ പ്രതിഷേധ ധർണയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്.